ടിഫിൻ മേക്കിംഗ് ആണിത്. ആദ്യം നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ക്യാരറ്റും ഒരു ഓണിയനും ചെറുതായിട്ട് അരിഞ്ഞതും അതിനകത്ത് ഇച്ചിരി സോമ്പുമാണ്, സോമ്പ് എന്ന് പറഞ്ഞാൽ പെരിഞ്ചീരകവുമാണ് ഇട്ട് വെച്ചിരുന്നത്. സ്റ്റൗ ഓൺ ചെയ്ത് കടായി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് ഗീ ഒഴിച്ചിട്ട്, ഗീ കുറച്ചേ ഒഴിച്ചുള്ളൂ ഞാൻ, അതുകൊണ്ട് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. ഗീ ആവശ്യത്തിന് ഒഴിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങ് ഒഴിച്ചാൽ മതി. അതിലേക്ക് ഞാൻ ഇനി ഒരു മുട്ടയ്ക്കകത്ത് ഒരു സ്പൂൺ പെപ്പർ പൗഡർ കൂടി ഇട്ടിട്ടാണ് അതിനകത്തേക്ക് കടായിലേക്ക് ഒഴിച്ചത്. അത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്ത് നല്ലതായിട്ട്, അത് ഒന്നായിട്ട് നമ്മൾ എടുക്കരുത്, അത് നല്ല പൊടിച്ച് നല്ല പ്രസ് ചെയ്ത് ഉടച്ച് കൊടുത്ത് അതിനെ ഒന്ന് നന്നായി പരുവമാകുമ്പോൾ എന്ത് ചെയ്യണം, ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഞാനിതിപ്പം മാറ്റുന്നത് കുഞ്ഞിൻ്റെ തന്നെ ടിഫിനിലേക്കാണ് മാറ്റി കിട്ടുന്നത്. അതിനുശേഷം വീണ്ടും കടായി വെച്ച് അതിലേക്ക് സ്വല്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ക്യാരറ്റൊക്കെ അരിഞ്ഞു വെച്ചേക്കുന്നില്ലേ, സോമ്പും ക്യാരറ്റും ഓണിയനും മൂന്നും ചേർത്ത് അതിലേക്കിട്ട് നന്നായിട്ട് വഴട്ടുക. അതിൻ്റെ ഒരു പച്ച ഇതൊന്ന് മാറി, സ്മെല്ലൊന്ന് മാറി ഒന്ന് വെന്തു എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഈ ക്രഷ്ഡ് ചില്ലിയും അതുപോലെ ഒരു 2 വെളുത്തുള്ളി ഉടച്ചതും അതുപോലെ ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നു. അതിൽ സ്വല്പം ഇതിനകത്ത് ഒഴിച്ചതായി ഇപ്പോൾ കണ്ടത്. അതിനുശേഷം ഞാൻ മഞ്ഞളിട്ടു. ഇനി അടുത്തത് ഗരം മസാല സ്വല്പം, പിന്നെ ഇനി ഇച്ചിരി കൊറിയാൻഡർ പൗഡർ, മല്ലിപ്പൊടി അതും സ്വല്പം, എല്ലാം ഒരു 1/4 സ്പൂൺ അല്ലെങ്കിൽ ഓരോന്നുള്ളൊക്കെ ഇട്ടാൽ മതി. ഇത്രയിട്ട് ഒരൊറ്റ ടിഫിൻ ഉണ്ടാക്കാൻ വേണ്ടി, ഒരൊറ്റ ടിഫിൻ ബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇച്ചിരി ഞാൻ ഇനി ബിരിയാണി മസാലയും കൂടി ഇട്ടേ, ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ചേ ഇട്ടിട്ടുള്ളൂ, അതുകൂടി ഇട്ടു. ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ട് നമുക്ക് ഈ ക്യാരറ്റിൽ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നൂഡിൽസിൻ്റെ വേവിച്ച് വെച്ചേക്കുന്നത് 50 ഗ്രാമോളമേ, അത് വേവിച്ച് വെച്ചേക്കുന്നത് ഞാൻ ഇടുവാണേ. അത് നല്ലതായിട്ട് വെന്തതിന് ശേഷം നമ്മളത് ഊറ്റിക്കളഞ്ഞ് വീണ്ടും അത് കഴുകിയെടുക്കണം. വീണ്ടും കഴുകി വീണ്ടും ഊറ്റി അങ്ങനെ ഒരു 1-2 പ്രാവശ്യം ചെയ്യുമ്പോഴേ അതിൻ്റെ ആ അഴുക്ക് പശയും പുറത്തെ ഇതൊക്കെ പോകത്തുള്ളൂ. അതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഇങ്ങനെ ഇട്ട് നല്ലതായിട്ട് ഇത് യോജിപ്പിച്ച് നമുക്കത് വേഗണം അതിൽ തന്നെ കിടന്ന് അങ്ങനെ നന്നായിട്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് നമുക്ക് ഈ ടിഫിനിൽ എടുത്ത് വെച്ചിരിക്കുന്നില്ലയോ നമ്മുടെ മുട്ട, അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ. എല്ലാം കൂടെ മിക്സായി കഴിയുമ്പോൾ അതിന് നല്ല രുചിയായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോയി കഴിക്കാൻ, അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന കുട്ടികളായാലും അവരിത് കഴിച്ചോളും നല്ലതായിട്ട്. ഒരു ഫുൾ ക്യാരറ്റുണ്ട്, ഒരു ഓണിയനുമുണ്ട്. ഈ നൂഡിൽസ് എന്ന് പറയുന്നത് നമ്മൾ സ്വല്പം ഒരു 50 ഗ്രാം ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ, വേവിച്ച് ചേർത്തിട്ടുള്ളൂ. ക്യാരറ്റാണ് കംപ്ലീറ്റ് ഉള്ളത്. കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഫുഡാണിത്. നന്നായിട്ട് ഇത് നല്ല പോലെ അങ്ങനെ പ്രസ് ചെയ്ത് അതിൻ്റെ ആ ചീൻചട്ടിയിൽ നന്നായിട്ടിരുന്ന് വേഗണം. ഇത് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം നമുക്ക് പതിയെ സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡ്യൂട്ടിയും കൂടെ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ ക്രഷ്ഡ് ചില്ലിയും അതുപോലെ വെളുത്തുള്ളിയും വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ബാലൻസ് കുറച്ച് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് അത് നല്ല സ്മെല്ലായിരിക്കും, ഭയങ്കര ടേസ്റ്റുമായിരിക്കും. ലാസ്റ്റ് അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് തന്നെ ഇട്ട് ഇളക്കിയാൽ മതി. അപ്പം അതിൻ്റെ ആ പച്ച സ്മെല്ലിൽ തന്നെ നിൽക്കും. നമ്മൾ വിചാരിക്കും വെളുത്തുള്ളിയല്ലേ കഴിക്കാൻ പോകത്തില്ലെന്ന്, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും. നോക്കിക്കേ, അതുകൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഞാനിന്ന് ഇളക്കട്ടെ, നന്നായിട്ട് ഇളക്കി വെച്ച് പിന്നത് നമുക്ക് ടിഫിനകത്തൊക്കെ എടുക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം. ടിഫിനിലാണെങ്കിൽ ഞാനൊരു 2 കുഞ്ഞ് പീസ് മുട്ട അങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ എപ്പോഴും എടുക്കുന്നതിൻ്റെ സ്വല്പം അതിനകത്ത് വെച്ചേക്കും. കാര്യം മസാലയൊന്നും പിടിക്കാതെ അടിയിൽ ഒരു 2 പീസ് കിടക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കഴിച്ച് ലാസ്റ്റ് വരുമ്പോൾ അങ്ങനെ കാണുമ്പോഴേ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് ടിഫിനിലേക്ക് നിറയ്ക്കാം. ഇതിനി നിറച്ചിട്ട് നമ്മളതിന് മേളിൽ അടപ്പ് വെച്ച് അടച്ച് ടിഫിൻ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരെണ്ണം കൂടെ സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് ചെറിയൊരു എഗ്ഗ് റൈസ് ഉണ്ടാക്കാമേ. 2 വീഡിയോ 2 ദിവസമായിട്ട് ഞാൻ എടുത്തതാണ്, പക്ഷേ ഇത് ഒന്നിച്ച് ഞാൻ ആക്കി ഇടുന്നേ ഉള്ളേ. ഇനി നമുക്ക് അടുത്ത ടിഫിൻ മേക്കിങ്ങിലേക്ക് പോകാം. വീണ്ടും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും ഒരു ഹാഫ് ഓണിയനും നമ്മൾ അരിഞ്ഞു വയ്ക്കുക. അതുപോലെ വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് നമ്മൾ കടായി വെച്ചു. അടുത്തതിനായിട്ട് ഗീ സ്വല്പം ഒഴിച്ചു. ഇനി നമുക്ക് കിസ്മിസ്, അതായത് ഉണക്കമുന്തിരിങ്ങ, അത് വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് അതിലേക്ക് തന്നെ മുട്ട വീണ്ടും അതുപോലെ ഒരു സ്പൂൺ പെപ്പർ പൗഡറും ഉപ്പും നല്ലതായിട്ട് ചേർത്തിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്തിട്ട് മിക്സ് ചെയ്യാമേ. ഇതിനകത്ത് നമ്മൾ മുട്ടയ്ക്ക് വേണ്ടുന്ന ഉപ്പ് ചേർത്താൽ മതിയേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം
നൂഡിൽസിന് ചെയ്തതുപോലെ തന്നെ മുട്ടയെ നല്ല തോരൻ ലുക്കിലാക്കി എടുക്കണം. നല്ലപോലെ ഇങ്ങനെ തൂത്ത് ഇളക്കി പൊടിച്ച് എടുത്ത് നമുക്ക് വീണ്ടും പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ആ കിസ്മിസ് ഫ്രൈ ചെയ്ത പാത്രത്തിലേക്ക് തന്നെ ഇത് മാറ്റണമേ. അതിനുശേഷം അതിൽ തന്നെ മാറ്റണം എന്നില്ല, ഞാനതിൽ തന്നെ വയ്ക്കുക, ഒരുപാട് പാത്രം ആകത്തില്ലല്ലോ. അപ്പം ഇനി സ്വല്പം കൂടെ നമുക്ക് ഓയിൽ ഒഴിക്കാം. ഇനിയിപ്പോൾ വെജിറ്റബിൾ ഓയിലായാലും മതി. സ്വല്പം ഒഴിച്ചതിന് ശേഷം ആ ഓണിയൻ നമുക്ക് എന്തോ ചെയ്യണം, ആ ഒരു ഹാഫ് ഓണിയനേ ഉള്ളേ, അതിനെ നമ്മൾ ഒന്ന് വഴട്ടി ഒന്ന് പരുവമാക്കുക. വഴട്ടി സ്വല്പം എണ്ണയും കൂടെ വേണം. ഗീ ഇല്ലെങ്കിൽ നമുക്കത് ശരിയാവത്തില്ല. അതുകൊണ്ടാണ് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട്. ഗീ ഇല്ലെങ്കിൽ ഇനിയും നമുക്ക് ക്യാരറ്റും ഇതിൻ്റെ കൂടെ ചെയ്യണമല്ലോ, അതാവത്തില്ല. ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു മെഴുക്ക് പുരട്ടി പരുവത്തിൽ നന്നായിട്ട് എടുത്താലേ ഈ കുഞ്ഞുങ്ങൾ കഴിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പച്ച കടിച്ചാൽ അവർക്ക് ഇഷ്ടമാകത്തില്ല. ഇഷ്ടമാവുന്ന കുട്ടികൾക്ക് സാരമില്ല, അങ്ങനെ നമ്മൾ ഒരു ഹാഫ് ക്യാരറ്റ് ഇട്ടാൽ മതി. ഇത് മെഴുക്ക് പുരട്ടി പരുവം എന്ന് പറഞ്ഞാൽ ഫ്രൈ പരുവം ആകുന്നതുകൊണ്ട് ഞാനൊരു ഫുൾ ക്യാരറ്റ്, വലിയ ക്യാരറ്റ് തന്നെ ഇട്ടുവേ. നന്നായിട്ട് അങ്ങനെ അതിനെയും നമ്മളൊരു ഫ്രൈ പരുവമാക്കി എടുത്തു. ഇനി അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, റൈസ് ഞാൻ ജീര റൈസാണ് വേവിച്ച് വെച്ചിരുന്നു. ആ വേവിച്ച് വെച്ച ജീര റൈസ് ഇട്ടതിന് ശേഷം നമുക്കിതിൻ്റെ നടുവിലേക്ക് ഒരു നുള്ളി ബിരിയാണി മസാല ഇട്ട് കൊടുക്കാമേ. ബിരിയാണി മസാലയുടെ വീഡിയോ ഒക്കെ മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ സെയിം മസാല തന്നെയാണ്. അത് നോക്കി ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അത് അടുക്കത്തെ ആ ചോറിൽ മാത്രം മിക്സ് ചെയ്തിട്ട് നമ്മൾ ദം ചെയ്യുന്നതിന് സമം എല്ലാം ചെയ്യുന്നതാണിത്. എന്നിട്ട് അതിൻ്റെ മേലിലേക്ക് ആ മുട്ടയും നമ്മുടെ കിസ്മിസും ഒക്കെ എടുത്തു വെച്ചത് ഇട്ടിട്ട് അടച്ചൊരു 5 മിനിറ്റ് വെച്ചിട്ട് സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാമേ. ഓഫ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയത് കണ്ടോ, നന്നായിട്ട് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നന്നായിട്ട് ഇനി നമ്മളൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കുക. നമ്മൾ ബിരിയാണി എങ്ങനെ ഇളക്കിയെടുക്കുന്നത് അതുപോലെ മൊത്തം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ ഇനി നമുക്ക് എന്ത് ചെയ്യണം, പാത്രത്തിലേക്ക് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. എന്നാലും സ്വല്പ സമയം കൂടെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. റൈസ് വേവിക്കുമ്പം റൈസിനകത്ത് ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്വല്പം നാരങ്ങ നീര് ഒക്കെ ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പം റൈസിൽ ഉപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ഈ ടിഫിനിലേക്ക് ടിഫിനിലാണ്ട് കിസ്മിസിൻ്റെ 1-2 അതിനകത്ത് കിടപ്പുണ്ട്. അതിലേക്ക് തന്നെ നമുക്ക് വീണ്ടും ഈ റൈസ് മൊത്തം, അപ്പോൾ ഇപ്പോൾ എഗ് റൈസ് റെഡി ആയല്ലോ. ഇനി ഇത് വെച്ചിട്ട് നല്ലതായിട്ട് ലെവലാക്കി കൊടുത്തേച്ച് അതിനകത്തോട്ട് ഒരു കഷ്ണം നാരങ്ങ അച്ചാറും ഞാൻ വീഡിയോ ചെയ്തത് ഇട്ടിട്ടുണ്ട്. സെയിം നാരങ്ങ തന്നെയാണ്. അത് തന്നെ അച്ചാറിൽ നിന്ന് ഒരു കഷ്ണം ഇതിനകത്തേക്ക് ഞാൻ ഇടുവാണ്. ഇട്ട് ടിഫിൻ അടച്ചിട്ട് മേളിൽ ഒരു സ്പൂണും കൂടെ വെച്ച് കൊടുത്താൽ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ഇത് കഴിച്ചോളും. കയ്യിലൊന്നും ആകാതെയും ഒക്കെ. അവർക്ക് കൈ കഴുകാനോടുണ്ട്, അപ്പോൾ ആ മാത്രം കഴുകിയാൽ മതിയേ. നന്നായിട്ട് ഇനി ഞാൻ ഇതൊന്ന് നിരത്തി ഇതാക്കട്ടെ. എൻ്റെ മേലൊരു നാരങ്ങ കഷ്ണം വെച്ചു. ഇനി ഞാൻ അടയ്ക്കുക. അങ്ങനെ ഈ ടിഫിനും റെഡിയായി. അങ്ങനെ 2 ടിഫിൻ ഉണ്ടാക്കുന്നത് ഒറ്റ വീഡിയോ ആക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ.